എല്ലാവർക്കും സലു കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ രാവിലെ ഒരു ഇൻസ്റ്റൻറ്റ് അപ്പം റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇളം ചൂടുവെള്ളമാണ് കേട്ടോ. നല്ലതായിട്ട് ചൂട് കൂടിപ്പോരുത്. ചെറിയ ചൂടിൽ 1 ടീസ്പൂൺ ഈസ്റ്റും 1 ടീസ്പൂൺ പഞ്ചസാരയും അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിവിടെ ഒരു 2 കപ്പോളം ഇളം ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വറുത്ത നമ്മളുടെ പത്തിരിപ്പൊടിയില്ലേ, അതോ ഇടിയപ്പപ്പൊടി ഉണ്ടായാലും മതി. 2 കപ്പും 1/4 കപ്പ് ചോറും പിന്നെ നമുക്ക് 1/2 കപ്പ് തേങ്ങയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇത് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന അപ്പമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ തലേദിവസം അരി വെള്ളത്തിലൊന്നും ഇട്ടില്ലെങ്കിലും ടെൻഷനാവുകയൊന്നും വേണ്ട. അപ്പോൾ അരച്ചത് നമുക്ക് ഒരു സ്റ്റീൽ പാത്രത്തിലേക്ക് ഞാനൊന്ന് ഒഴിച്ചു വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ 2 ബാച്ചായിട്ട് ഞാനിതൊന്ന് അരച്ചെടുക്കണേ. അപ്പോൾ ഇത് നമുക്ക് 1 മണിക്കൂറിനുള്ളിൽ തന്നെ മാവ് പൊങ്ങി വരും. അപ്പം നമ്മൾ കണക്കിനുള്ള വെള്ളം ഞാൻ ആ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് കൈ നന്നായിട്ടൊന്ന് കഴുകിയ ശേഷം കൈകൊണ്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയായി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. 2 ബാച്ചായിട്ട് അരച്ചെടുത്തത് കൊണ്ടാണ് ഇങ്ങനെ നമ്മൾ മിക്സ് ചെയ്ത് എടുക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ എത്രയാണോ നിങ്ങൾക്ക് വേണ്ടത് അതിനനുസരിച്ച് ഇതിലൊക്കെ അളവിൽ മാറ്റം വരുത്തിയാൽ മാത്രം മതിയാകും. അപ്പം ഞാനിതെല്ലാം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇനിയൊന്ന് അടച്ചിട്ട് ഞാനിപ്പം 1 മണിക്കൂറോളം ഒന്ന് മാറ്റി വയ്ക്കുകയാണേ. അപ്പം നോക്കുമ്പോൾ നല്ല മഴ പെയ്യുന്നുണ്ട് വെളിയിൽ. ഇപ്പം ഇതാണ് ക്ലൈമറ്റ് എന്ന് പറയുന്നത് കേട്ടോ. മഴ കണ്ടിരിക്കാൻ തന്നെ നല്ല രസമാണ് കേട്ടോ. ചന മസാല ഞന്നെ വന്നുകൊണ്ട് സനക്കുട്ടി വലിയ ഹാപ്പിയിലാണ്. ഇത് പറയുമ്പോൾ സനക്കുട്ടിയുടെ ഫേസ് കണ്ടിട്ട് ആൾക്കാരറിയാം, ഇത്ത സന സന്തോഷാണെന്ന് പറയുമ്പോൾ സനയുടെ മുഖത്ത് സന്തോഷം ഇല്ലല്ലോ. ഞാൻ എന്ത് മറുപടി കൊടുക്കട്ടെ ഇതിന്? ചക്കരക്കുട്ടി, മുത്തുമണി, മഴ വീണ വാപ്പായും മോളും മഴ കണ്ടോണ്ടിരിക്കുക. എന്തുവാ മോളെ സനമുത്തേ? ഇങ്ങനെ മഴയൊക്കെ ഇങ്ങനെ കണ്ട് ആസ്വദിച്ചിരിക്കാൻ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് പറയും. നിസാറിക്കൊക്കെ ഇഷ്ടമാണ് അല്ലേ? കണ്ട ഇഷ്ടമുള്ളൊരു കൈ വയ്ക്കേ, ഇടയ്ക്കിടെ കൈ വയ്ക്കുന്നത് കണ്ട. നമ്മള് പറയണ എല്ലാം മനസ്സിലാവും ആളിനെ അല്ലേ? ചക്കര ഇങ്ങോട്ട് തിരിഞ്ഞെന്ന്, ചക്കര വാവേ എല്ലാം മനസ്സിലാവില്ലേ? അങ്ങനെയല്ലേ മോളെ? സലാം കൊടുക്കുന്നത് എങ്ങനാ മോളെ? സലാം കൊടുക്കുന്നത് എങ്ങനാ? വേറെ ഏതോ മൈൻഡിലായിപ്പോയി. വെള്ളം അതെ, സനമോള് അറിയാതെ ചിരിച്ചു പോയി. ഇങ്ങനെ അറിയോ സനേ? ഇങ്ങനെ ചെയ് സന, ഇത് ഇങ്ങനെ ചെയ്. കൈവൊക്കെ അറിഞ്ഞു അവക്ക്. ഓക്കെ ഉമ്മ കൈവക്ക്, കൈവക്ക് സന, കൈവക്ക്. ആ മഴ ഉണ്ട് തന്നെ. ഓ ഇത്ര തോന്നുന്നു. ഇത് വേറെ അത് ഞാനൊന്ന് മനസ്സിലായ. അപ്പം ഇന്ന് ഒരു സ്പെഷ്യൽ കടലക്കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ തലേദിവസം തന്നെ ഞാൻ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കടല. അപ്പോൾ അത് കഴുകി കുക്കറിലേക്ക് ഇട്ടു. 2 പൊട്ടറ്റോയും മുഴുവനെ തന്നെ കുക്കറിലേക്ക് ഇട്ടിട്ട് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ്. ഇനിയിപ്പം നമുക്ക് കുറച്ചധികം വെള്ളം ഒന്ന് ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഞാൻ ഓവറായിട്ട് വെള്ളം ഒഴിച്ചിട്ടില്ല. കടലയ്ക്ക് 1 ഇഞ്ച് മുകളിൽ വെള്ളം നിൽക്കത്തക്ക രീതിയിൽ ഒഴിച്ച ശേഷം കുക്കർ മൂടി വെയിറ്റിട്ട് ഒരു 4-5 വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കുകയെ.
ഇതാ കണ്ട നമ്മളുടെ മാവൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട്. 1 മണിക്കൂർ പോലും ആയിട്ടില്ല കേട്ടോ. അതിനിടയ്ക്ക് തന്നെ മാവ് ഇതാ പൊങ്ങി വന്നിട്ടുണ്ട്. ഇപ്പം മഴയൊന്നും അല്ലാത്തൊരു കാലാവസ്ഥയാണെങ്കിൽ അരമണിക്കൂർ മതി കേട്ടോ ഈ മാവ് പൊങ്ങി വരാനായിട്ട്. അപ്പം എന്താ സ്റ്റീമൊക്കെ പോയ ശേഷം ഞാനിപ്പം എന്താ കുക്കർ ഓപ്പൺ ചെയ്യാണ്. ഇതിൽ നിന്ന് നമുക്കിനിയിപ്പോൾ പൊട്ടറ്റോ ഒന്ന് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ 2 പൊട്ടറ്റോ നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ. കറക്റ്റായിട്ട് കടല വെന്ത് കിട്ടിയിട്ടുണ്ട്. കുറച്ച് കടലയും ഞാൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ. അപ്പം എന്താ കടല ഒന്ന് ഇളക്കി കൊടുക്കണേ. മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഈ വെന്ത പൊട്ടറ്റോയും ഈ മാറ്റി വെച്ച കടലയില്ലേ അതും കൂടി ഇട്ട ശേഷം കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ട് ഇതിനെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതാ ഒരു പേസ്റ്റ് പോലെ നമുക്ക് കിട്ടും. അപ്പം കടലക്കറിക്ക് നല്ല ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. പാനിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി എണ്ണയൊന്ന് ചൂടാകുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിച്ചു കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ 1 ടീസ്പൂണും 2 സവാള അത്യാവശ്യം വലിപ്പമുള്ള സവാളയാണ് എടുത്തത്. ചെറുതായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. അതും കൂടി ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. ഒരുപാട് അങ്ങ് കളറ് മാറേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അതായത് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്ത ശേഷം ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചന മസാല പൊടിയും 1.5 ടേബിൾ സ്പൂൺ ചെയ്ത മല്ലിപ്പൊടിയും മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് കസൂരി മേത്തിയും ഇട്ട ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ചന മസാലയുടെ പൗഡർ മസ്റ്റായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. എങ്കിലേ നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമുക്ക് എപ്പോഴും ഞാൻ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് കടലക്കറിയൊക്കെ പല പ്രാവശ്യമായിട്ട് കാണിച്ചിട്ടുള്ളത്. ഇത് അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ പൊട്ടറ്റോയും കടലയും കൂടി അരച്ച് ചേർത്തത് കൊണ്ട് തന്നെ നല്ല ഒരു കുറുകുറാന്നുള്ള ഒരു കൊഴുപ്പ് കിട്ടും. ഇനി നമുക്കിതിലേക്ക് ഞാൻ ആ മിക്സിയുടെ ജാറിനെ കുറച്ച് വെള്ളം എടുത്തിട്ട് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം നിങ്ങൾ നോക്കണം ഉപ്പെല്ലാം പാകത്തിനുണ്ടോ എന്ന്. ഈ ഒരു ടൈമിൽ വേണം നമുക്ക് ഈ മസാലയ്ക്കൊക്കെ ഉപ്പുണ്ടോ എന്ന് നോക്കാനുള്ളത്. പിന്നെ നമ്മൾ കടല വേവിക്കുന്നതിലും കണക്കിനെ ഉപ്പിട്ട് വേവിക്കാവും. കാരണം അത് ഫുള്ളായിട്ട് നമ്മൾ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാനേ. ഇതിലേക്ക് ഒഴിച്ചിട്ട് ഇതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ശരിക്ക് അപ്പത്തിന് നിങ്ങൾക്കൊക്കെ കറുത്ത കടലയാണോ അതേ ഇതുപോലെ വെള്ളക്കടലയാണോ ഇഷ്ടം? അപ്പം എനിക്ക് കറുത്ത കടലയുടെ കറിയാണ് ഇഷ്ടം. അപ്പം നമ്മൾ 2 പൊട്ടറ്റോ പുഴുങ്ങിയിൽ 1 എണ്ണമാണ് നമ്മൾ അരയ്ക്കാൻ എടുത്തത്. അടുത്ത 1 എണ്ണം ഇതുപോലെ ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ കറി കഴിക്കുമ്പോഴേക്ക് അവിടെ നമുക്ക് പൊട്ടറ്റോ കിട്ടുകയും ചെയ്യും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചേർത്തെടുക്കാം. എന്നിട്ട് ഇനിയിപ്പം ഇത് ഒന്ന് തിളയ്ക്കണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടി ലൂസ് വേണമെങ്കിൽ ലൂസ് ആക്കി എടുത്താലും മതി. ഞാൻ കുറച്ച് കസൂരി മേത്തിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ മല്ലിയിലേക്ക് ഇട്ടെടുക്കുമ്പം അടിപൊളി നമ്മൾ ഈ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടത്തില്ലേ, അപ്പം നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് കിട്ടുന്ന ഒരു കടലക്കറിയാണ് കേട്ടോ ഇത്. അപ്പോൾ കടലക്കറി റെഡിയായേ. ഇനിയിപ്പം അപ്പം ചുട്ടെടുക്കണം. ഞാൻ ഇങ്ങനെ നമ്മളുടെ ബ്രാസിൻ്റെ അപ്പക്കടായിയാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ 2 അടുപ്പിലായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് അത് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. ഇപ്പം നമ്മുടെ വീട്ടിൽ ആൾക്കാരൊക്കെ കൂടുതലുള്ള സമയമൊക്കെ വരുമ്പോഴേക്ക് നമുക്ക് ഈ ഒരു അപ്പച്ചട്ടി മാത്രം വെച്ചിട്ട് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ അത് കുറേ ടൈം എടുക്കത്തില്ലേ. ഇത് കണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല സൈഡൊക്കെ നല്ല മുരിഞ്ഞ് ഗോൾഡൻ കളറിലുള്ള അപ്പം നമുക്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പം ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പം ഞാൻ അടുത്തതും ഇതുപോലെ തന്നെ ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുക്കേനെ. അപ്പോൾ 2 അടുപ്പിൽ വെച്ചിരിക്കുന്നത് കാരണം പെട്ടെന്ന് റെഡിയായി കിട്ടും. പിന്നെ അപ്പമൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ ഇങ്ങനെ ഒരു വലിയൊരു പരന്ന താലം എടുത്തിട്ട് അതിലേക്ക് വെക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. അല്ലാതെ നമ്മൾ കാസറോളൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അപ്പം തമ്മിലൊട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റേ. ഉമ്മയെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ വലിയ പ്ലാനൊക്കെ ഉണ്ടാക്കി. പക്ഷെ തീരുമാനങ്ങളെല്ലാം തെറ്റി. 9:30 എത്തേണ്ട ആള് 12:30 ആയിട്ട് പോലും എത്തിയിട്ടില്ല. ജുമ്മ ഉള്ളതുകൊണ്ട് വാപ്പ പള്ളിയിലോട്ടും പോയി. എനിക്കിപ്പോൾ ലേറ്റും ആവാറായി. ഞാനിപ്പം പോയാലും വിചാരിക്കും. പക്ഷേ കുറച്ചു നേരം മുന്നേ കോള് വന്ന് ഇവിടെ ഓട്ടോ എത്താറായി. നമുക്ക് എന്തായാലും പോയി നോക്കിയിട്ട് പെട്ടെന്ന് പള്ളിയിൽ പോവാം. പെട്ടെന്ന് പോവാ, പള്ളിക്ക് ലേറ്റായി. വാപ്പ ഓൾറെഡി പള്ളിയിൽ പോയി. ആൻഡ് ബി ക്വയറ്റ്. ഉമ്മ കിച്ചണിൽ ഇത് ഇത്ര ലേറ്റ് ആയത്? കിച്ചണിലൊന്ന്
ഉമ്മാടെ എക്സ്പ്രഷൻ വീട് ഇവിടെ വേറെ ആളാണ് ഫുള്ളി സർപ്രൈസ് ആയത്. രണ്ട് എനിക്ക് കൊച്ചെങ്കിലും സ്കൂട്ടർ അപ്പൊ ഞാൻ ഇങ്ങനെ എന്നെ ഇങ്ങനെ നോക്കി പോകുന്നത്. വാ വാ പെട്ടെന്ന് പള്ളി പോട്ടെ. സന 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 നോക്കിക്കൊണ്ടിരിക്കുന്നത് ആര്? ചെരുപ്പെടുക്കാണ് ആറ് വരുന്നു നേരെ വൈ. എന്നെ പള്ളിയിൽ പോയിരിക്കല്ലേ? സാധാരണ ഇവരൊക്കെ രാവിലെയാണ് വരുന്നത്. ഇന്നെന്ത് പറ്റിയുണ്ടോ? ഇന്ന് ജുമ്മല്ലേ, ആ സമയത്താണ് വന്നത്. അല്ലാ, ഒട്ടും പ്രതീക്ഷിക്കാതെ ഉള്ള ഒരു വരവ്. നമ്മൾ പ്രതീക്ഷിക്കാതെ, കാരണം അവൻ വരുമെന്ന് വിചാരിച്ചതേ ഇല്ല. നിസ്സാറിക്ക പാവം കണ്ടുപോലുമില്ല. ഇനി പള്ളിയിൽ വെച്ച് അങ്ങനെ കാണണമെന്ന്. കാരണം ആദ്യം നിസ്സാറിക്കാണ് പോയതേ പള്ളിയിൽ, പിന്നെയാണ് സുൽത്താൻ കള്ളന്. അതുകൊണ്ടാണ് ഇവൻ വരുന്നത് കൊണ്ടാണ് അവൻ എനിക്ക് തോന്നുന്നു വെയിറ്റ് ചെയ്ത് നിന്നത്. വെയിറ്റ് ചെയ്ത് എൻ്റെ അടുത്ത് പറഞ്ഞു ഓഫീസിലെ പണിയുണ്ട്, ഇപ്പം ഞാൻ പോകും എന്ന് പറഞ്ഞിട്ടാണ് നിന്നതേ. ചക്രമുത്തേ, ഇവള് ഇവിടെ കിടന്ന് വിളിക്കുന്നുണ്ടപ്പോൾ ഞാൻ വിചാരിക്കുന്നു സുൽത്താൻ എന്തോ കളിയ തമാശ കാണിച്ചിട്ട് ഇവള് കിടന്ന് ഇങ്ങനെ സന്തോഷം കൊണ്ട് വിളിക്കുന്ന ഒരു വിളിയുണ്ടല്ലോ, നമ്മളെ റിച്ചുവിനെ കണ്ടു വിളിച്ച വിളിയാണ് കേട്ടോ. മുത്തേ ബാ. എന്താ നല്ല മഴക്കാറേ, രാവിലെ നല്ല വെയിലായിരുന്നു. വാപ്പ എവിടെയാണേ? അള്ളാഹു വാപ്പ കണ്ടില്ലേ? അപ്പൊ നീ അവിടെ നിന്ന് വാപ്പയെ കണ്ടിട്ട് വരാത്തെന്ത്? സനക്കുട്ടി ഇതാരോളെ? ഒരു സർപ്രൈസ് ഉണ്ട്, ഒരു സർപ്രൈസ്. ഒരു ഡെലിവറി വന്നു, ഒരു ഡെലിവറി വന്ന്. എന്ത് സമയം ഉമ്മാടെ ആഗ്രഹം സാധിച്ചങ്ങനെ, ഉമ്മാടെ ആഗ്രഹം സാധിച്ചു. സുലു ഉള്ളതുണ്ട്. എപ്പോ എവിടെ ലീവ് കിട്ടി? ലീവ് എടുത്തു, 2 ദിവസം ലീവ് എടുത്തു. പിന്നീട് വന്നൂടായിരുന്നു അങ്ങനെയാണെങ്കിൽ. ഞാൻ ചോദിച്ചാ, ഞാൻ ഇറങ്ങാത്ത ദിവസം വിളിച്ചു ചോദിച്ചാ എനിക്ക് അവധി ഉണ്ട് ദിവസം പറഞ്ഞാന്ന്. അപ്പൊ ദിവസം ഒരു ദിവസത്തെ ഉള്ളൂ, പറഞ്ഞില്ല. ദീപാവലിയുടെ ട്യൂസ്ഡേ, മൺഡേ അല്ല, ദീപാവലി മൺഡേ അല്ലേ? ഞാൻ ഇന്നത്തെ ദിവസം ലീവ് എടുത്ത്, പിന്നെ മൺഡേ തിങ്കളാഴ്ച ലീവ് എടുത്തു. അപ്പൊ നിനക്ക് ലീവ് ഉണ്ട്. നടക്കും. അപ്പൊ ഇവന്റെ കൂടെ വന്നേക്ക് എന്ത് ലാഭം? പക്ഷെ ഇരട്ടി പൈസ കൊടുക്കുമ്പോ ഒരു സുഖമുണ്ട്. പൈസ കൂടില്ല. പിന്നെ എന്റെ പോലെ ദീപാവലി സമയം നീ എടുത്തപ്പോ എനിക്ക് ഭയങ്കര, ഞാൻ സ്വിഫ്റ്റിലാണ് 1600. ഇവനാ പുഞ്ചിരി എത്ര? 5000 അടുപ്പിച്ച് 1 വേ. 5000? എന്റെ റബ്ബേ. എന്നിട്ട് സമയത്തിനെത്തിയില്ല. രാവിലെ 9:30 എത്തേണ്ടതാ. അവിടെ എത്തിയപ്പോ തമ്പാനൂർ എത്തിയപ്പോ 12:40. തമിഴ്നാട്ടിൽ ഇരിക്കണേ ഉള്ളൂ സാർ. എന്ത് കാരണമെന്ന് അറിയാം? യാത്ര ചെയ്യുമ്പോ ആൾക്കാർ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാണ്, യാത്ര ചെയ്യുമ്പോ പറഞ്ഞിട്ട് വേണം ആൾക്കാരെയൊക്കെ ദുവാലുണ്ട്. ഇത് നീ ഒളിച്ചും പാർത്ത് ഇങ്ങനെ വരില്ല ഒരിക്കലും. എനിക്കറിയാം, നീ എന്നെ അല്ല ചെയ്യുന്നത്. സലൂനാ സൽമാൻ അറിയാം.
ഞാൻ വിചാരിച്ചു ഇവിടെ വരുമ്പോ എനിക്ക് ഓഫീസിൽ 11 മണിക്ക് എന്തോ പോലെ ഞാൻ വിചാരിച്ചു എല്ലാരും കാണാം. നോക്കിയപ്പോ ബസ് അവിടെ 12 മണിക്ക് അവിടെ എത്തുന്നേ ഉള്ളൂ. അപ്പൊ എപ്പോഴും ഓർത്തോണം, എപ്പോഴും യാത്ര ചെയ്യുമ്പോൾ നമ്മളടുത്ത് എല്ലായിടത്തും പറഞ്ഞിട്ട് വേണം യാത്ര ചെയ്യാൻ. ഇവിടെ ഭയങ്കര ഈച്ച കേട്ടാ, ഇഷ്ടമാതിരി ഈച്ച. സന ഭയങ്കര ഹാപ്പി അല്ലേ? നിലവിളി ഏത് നെന്ന ഏത്? ഏതാണ് നെന്ന? സനയുടെ നന്ന ആരാ? ഇഷ്ടം ഏതാ? ഏത് നെന്ന? ഇന്നിപ്പം ഇവനെ ആയിരിക്കും, ഇന്ന് അവനെ പുതിയ ആളിനെ കാണും. ഈ നെന്നക്ക് ബാഗ് അൺപാക്ക് ഒന്നും ഇല്ല. ഈ നെന്ന വരുമ്പോ ബാഗ് അൺപാക്ക് അൺബോക്സിംഗ് ഇല്ല. മതിയാകും. ഉമ്മ കഴിഞ്ഞ വീഡിയോയില് പറഞ്ഞു എന്റെ മോൻ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ കൊണ്ടുവരും. അങ്ങനെയല്ല, അങ്ങനെ കൊടുക്കണതിലൊന്നും അല്ല കാര്യല്ലേ. സമ്മാനം ഞാൻ ഓഫീസിൽ ഡയറക്റ്റ് വന്നേ. ഇന്നലെ ബുക്ക് ചെയ്ത ടിക്കറ്റ് ഞാൻ ഓഫീസിൽ നിന്ന് ഡയറക്റ്റ്. എനിക്ക് ഇഷ്ടമാതിരി ഈച്ച കേട്ടാ. ഈച്ചോടി ഇങ്ങോട്ട് നമ്മളെ സന, ഈച്ചോടി ഇങ്ങ് എടുത്തിട്ട് വാ. ഉച്ചയ്ക്ക് വന്നതല്ലേ, നല്ല ക്ഷീണിച്ചെടുന്ന് ഉറങ്ങണം. ഇത്രയും നേരം സനമോള് വിട്ടില്ലേ, നന്നാന്ന് പറഞ്ഞ് അവന്റെ പുറകെ നടക്കരുത്. നമുക്ക് നല്ല മഴ വീണേ, അത് നോക്കാം. സൂപ്പർ മഴ. അങ്ങനെ വെളിയിൽ നല്ല ശക്തമായിട്ടുള്ള മഴ. പിന്നെ ഞാൻ റിച്ചു മോനെ വിളിക്കാനൊന്നും പോയില്ല. ഈ മഴയൊക്കെ കാണാൻ അവന് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അവൻ അത്രത്തോളം ടയേർഡായിട്ടാണ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു. ഇന്നലെ ഒന്നും ഉറങ്ങിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു, പാവം കിടക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ ഉറങ്ങുന്ന ഒരാളിനെ ഉണർത്താൻ തോന്നൂലല്ല. അങ്ങനെ ഇപ്പോൾ ഓഫീസിൽ നിന്ന് ഇറങ്ങിയേ ഉള്ളൂ. ഞാനിപ്പോൾ ടാക്സിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പം എന്താ വെച്ചാൽ ഉമ്മടുത്തും പാപ്പടുത്തും പറയാണ്ടാ വന്നത്. എന്നിട്ട് ഇവിടെ ട്രാഫിക്, നല്ല ട്രാഫിക്കാണ്. ഓഫീസിൻ്റെ നേരെ ഓപ്പോസിറ്റ് വേണ്ട. അപ്പം ഇനി ടാക്സി വരണം. പിന്നെ കോടതി ഗേറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതൊരു 14 കിലോമീറ്റർ ഏകദേശം ഉണ്ട്. ഇനി അവിടെ പോയിട്ട് എങ്ങനെയാണെന്ന് കാണാം. അങ്ങനെ ഇപ്പോൾ ടാക്സി നോക്കിയിരുന്ന ഓട്ടോ കിട്ടി. ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ഭയങ്കര ട്രാഫിക്കുള്ള സ്ഥലമായതുകൊണ്ട് എല്ലാവരും ക്യാൻസൽ ചെയ്യും പെട്ടെന്ന്. അപ്പോൾ അവസാനം ഇതാ കിട്ടി. ട്രാഫിക്കിലെത്തുമ്പോൾ ഒരു നേരമോ എന്നിട്ട് വേറെ കാര്യം, ഈ പറയുന്ന എല്ലാം ഒന്ന് കേൾക്കാവോന്ന് പോലും എനിക്കറിയില്ല. നോക്കാം, ഇനി എഴുതിയമ്മ കാണാം. എന്തായാലും ഉമ്മ ദേഷ്യപ്പെടുകയാണെങ്കിൽ, ഉമ്മ ഇത് കാണുകയാണെങ്കിൽ ദേഷ്യപ്പെടാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 14 കിലോമീറ്റർ ഉണ്ട്. അപ്പം അതുവരെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കണം. പക്ഷെ പൊക്കോണ്ടിരിക്കണമെന്ന് പറഞ്ഞാലും ട്രാഫിക് വേണ്ട. ഇതാ അനങ്ങിക്കൊണ്ടിരുന്നാൽ കുഴപ്പമില്ല. ഇത് പക്ഷെ എന്തെങ്കിലും അത്യാവശ്യത്തിനായിട്ട് ഇറങ്ങുമ്പോഴാണ് ഇതുപോലെ ട്രാഫിക്. ബാംഗ്ലൂരിൽ വന്ന എല്ലാവർക്കും അറിയാം ട്രാഫിക് എങ്ങനെയാണെന്ന്. അപ്പം ഇങ്ങനെ പൊക്കോണ്ടിരുന്നപ്പോഴാണ് നിർത്തിയത്. ഇതിപ്പോ അതുവരെ എത്തിയിട്ട് ഒന്നും അനങ്ങിയ ഒരു ഇല്ല. ഇപ്പോഴെന്താ അതേ ട്രാഫിക് ഇരിക്കുക. ദേഷ്യം വരുന്ന, ഉറക്കം വരുന്ന. ഓ മൈ ഗോഡ്, എന്തുമാത്രം തിരക്കായിരുന്നു. ഒന്നും പറയണ്ട, അമ്മാതിരി തിരക്കായിരുന്നു. അവസാനം ബസ്സെത്തി. അൽഹംദുലില്ലാ. അങ്ങനെ ബസ്സിൽ കയറിയപ്പോഴായിരുന്നു ഒരു നല്ലൊരു ആശ്വാസം. കയറിയപ്പോ തന്നെ എല്ലാവർക്കും അവരിതാ സ്നാക്കും വെള്ളവും കൊടുത്ത്. എനിക്കാണെങ്കിൽ നല്ല ക്ഷീണവും. എനിക്കങ്ങ് കിടന്നാ മതി. അങ്ങനെ ഞാൻ ഒന്നും നോക്കിയില്ല, ഞാൻ അങ്ങ് കിടന്നപ്പോ തന്നെ ആരോ തട്ടി വിളിച്ചിട്ട് ഡിന്നറും റിഫ്രഷ്മെന്റിന്റെയും സമയമാണെന്ന് പറഞ്ഞിട്ട് എഴുന്നേപ്പിച്ചു. അങ്ങനെ നമ്മളെത്തി. എന്റെ പൊന്നെ 5-6 മണിക്കൂർ ലേറ്റ് ആണെന്നോ. അവിടെ ബസ്സും പോയി. ഇനി നേരെ വീട്ടിലോട്ടേക്ക്. സുദ്ദാക്കാക്ക് മാത്രമേ അറിയാവൂ ഞാൻ വരുന്നുണ്ടെന്ന്. ഇനി സുദ്ദാക്കാട് എല്ലായിടത്തും പറഞ്ഞോന്ന് എനിക്ക് അറിയില്ല. എന്തായാലും ഉമ്മയെ പാപ്പയെ സർപ്രൈസ് ചെയ്യാം. ഉമ്മാക്ക് പാപ്പാക്ക് എന്തായാലും സന്തോഷമാവുമെന്ന് എനിക്കറിയാം.